പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഭാഗ്യ ഐശ്വര്യങ്ങൾ കൊണ്ടും തൊഴിൽ മേഖല പുഷ്ടിപ്പെട്ടും വിജയക്കൊടി പാറിക്കുന്ന നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഇവർക്ക് വരാൻ പോകുന്നു. വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യ രാശിക്കാരായ മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. വ്യാഴൻ്റെ ഇഷ്ടസ്ഥിതി മൂലം ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ്. ഈ കാലഘട്ടത്തിൽ കുടുംബത്തിലെ എല്ലാവർക്കും സുഖവും ധനാഗമവും ഐശ്വര്യവും ലഭിക്കാനുള്ളൊരു ഭാഗ്യവും മേടക്കൂറിൽ പിറന്ന നക്ഷത്രജാതകർ 3 പേർക്കും കാണുന്നുണ്ട്. അതുപോലെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഉള്ളവർക്ക് അംഗീകാരങ്ങൾ തേടിയെത്താൻ സാധ്യതകൾ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എഴുത്ത്, ഗണിതം, ശാസ്ത്രം എന്നിവയിൽ പ്രാവീണ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം ചെയ്യുന്നതിനും ഉള്ള ഒരു സമയം കൂടിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. സഹോദരങ്ങളെ കൊണ്ട് ഗുണവും തർക്കഭൂമി കൈവശം ലഭിക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങളും നിയമപരമായ ആനുകൂല്യങ്ങളും ഉണ്ടാകും. വീട്ടിൽ വിവാഹാദി മംഗളകാര്യങ്ങൾക്കുള്ള യോഗവും സന്താനങ്ങൾക്ക് ഉന്നതിയും ആചാര്യ സ്ഥാനത്തുള്ളവർക്ക് നേട്ടവും ഉണ്ടാകും. മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് യോഗഭാഗ്യം ഉണ്ടാകും. വാഴം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് രാജസമ്മാനം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സമ്മാനം ലഭിക്കാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ചില വ്യക്തികൾക്ക് കൂടുതൽ ഐശ്വര്യങ്ങളും കാണുന്നുണ്ട്. ഈ കൂറുകാർക്ക് അനുഭവസിദ്ധിക്ക് വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസം, ജലധാര, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തിക്കൊള്ളണം. സർപ്പപ്രീതി വരുത്തുന്നതും വളരെ ഉത്തമമാണ്. ഇനി ഇടവം രാശിയിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, മുതിർന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക ചിലവുകൾ ഉണ്ടാവുക. ബന്ധുബലവും സഹോദരരും സഹപ്രവർത്തകരുടെ സഹകരണവും ഉണ്ടാകും. തൊഴിൽ മേഖല പുഷ്ടിപ്പെടും. മെക്കാനിക്കൽ, ഡ്രൈവിംഗ്, വർക്ക്ഷോപ്പ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല കാലഘട്ടമാണ്. നിർത്തിവച്ചിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ചിന്തകൾ വന്നു ചേരും. ദാമ്പത്യ ദുരിതങ്ങളാൽ ഖേദിക്കുന്നവർക്ക് കാല അനുകൂലമായിട്ട് വരുന്നത് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് വീണ്ടും ഒന്നിക്കുവാൻ അവസരം കൈവരും. വ്യാഴൻ്റെ മറവ് കൊണ്ട് എഴുത്തുകുത്തുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. വളരെ കാലമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന രേഖകൾ കൈവശം വന്നു ചേരും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുന്നതിനുള്ള മനോബലം ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മെല്ലെ വന്നു ചേരും. തസ്കരന്മാരിൽ നിന്നും ദോഷഫലം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രജാതകർ കുടുംബദേവതാ പ്രീതി, സർപ്പപ്രീതി എന്നിവ വരുത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ദൈവാധീനത്താൽ പല മുടങ്ങിയ കാര്യങ്ങളും തിരികെ പിടിക്കുവാൻ കഴിയും. പലരുടെയും വിരോധങ്ങൾ മാറിത്തുടങ്ങും. അവയെ സമൃദ്ധമായി തരണം ചെയ്യുന്നതോടുകൂടി പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും.
പല ട്രസ്റ്റുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുടുംബങ്ങൾക്കും സംഘടനകൾക്കും രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ സാധിക്കും. പല പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സഹായ സഹകരണം ലഭിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ധനം ചിലവഴിക്കേണ്ടതായിട്ട് വരും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും വിദ്യാവിജയം ലഭിക്കുന്നതിനും സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങളും പുതിയ പാഠങ്ങൾ തേടുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വിദേശത്തോ സ്വദേശത്തോ അത് നടത്തുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് ഇരട്ടി വരുമാനം ലഭിക്കാനും അവസരമുണ്ടാകും. വിദേശത്തുള്ളവർക്ക് നേട്ടങ്ങളും ഇരുമ്പ് യന്ത്രങ്ങൾ, കലാപരമായ വിഷയങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധയോട് വേണം. മുട്ടുവേദന, കാൽപാദവേദന എന്നിവ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. ചില എഴുത്തുകുത്തുകൾ വഴി ലാഭവും പ്രശംസയും ലഭിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം, ഹനുമാന് വടമാല, വിഷ്ണുപ്രീതി എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിലെ പുണർതം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. നല്ല കാലത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസം വരവായി. ഇനി അങ്ങോട്ട് ദൈവാധീനം പൂർണ്ണമായിട്ടും കിട്ടും. പല തടസ്സങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. സന്താനങ്ങളുടെ പഠനത്തിനു വേണ്ടിയോ ഉദ്യോഗത്തിനു വേണ്ടിയോ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടോ പണം ചിലവഴിക്കേണ്ടി വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിന് ഭൂമി കച്ചവടം ആവശ്യമായിട്ട് വരും. ഇതുവഴി സകല സാമ്പത്തിക ദുരിതങ്ങളും ഇവരെ വിട്ടൊഴിയാനുള്ളൊരു സാമ്പത്തിക നേട്ടം ഭൂമി കച്ചവടത്തിലൂടെ ഇവർക്ക് ലാഭകരമുണ്ടാക്കും. വിദേശ സ്വദേശവാസം അനുകൂല അവസ്ഥകൾ സൃഷ്ടിക്കും. സന്താനങ്ങൾക്കും പ്രായമായവർക്കും ഉത്തമ കാലഘട്ടമാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. അഷ്ടമശനിയുടെ സ്ഥിതി മൂലം ദമ്പതികൾ തൊഴിൽപരമായോ ബിസിനസ് പരമായോ അകന്ന് കഴിയേണ്ടി വരും. കൃഷിക്കാർക്ക് കാലം ഉത്തമമായിരിക്കും. ബന്ധുക്കളുടെ സ്നേഹ ആദരങ്ങൾ ലഭിക്കും. ആഭരണം, വസ്ത്രം, വാഹനം എന്നിവയ്ക്ക് നാശം സംഭവിക്കാതെ ശ്രദ്ധിക്കണം. പൊതുവെ വിഷമസ്ഥിതിയിൽ കഴിഞ്ഞിരുന്നവർക്ക് മാറ്റത്തിൻ്റെയും നല്ല കാലത്തിൻ്റെയും ഉണർവ് പ്രതീക്ഷിക്കാം. സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി തൊഴിൽ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ശത്രുക്കളുടെയും കള്ളന്മാരുടെയും ഉപദ്രവത്തിൽ നിന്ന് ഒഴിഞ്ഞ് ശ്രദ്ധയോട് ദൈനം കൈകാര്യം ചെയ്താൽ നഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഇല്ലെങ്കിൽ തസ്കര ശല്യം ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരത്തിന് ശാസ്താവിന് നീരാഞ്ജനം, ഹനുമാൻ സ്വാമിക്ക് വടമാല, വിഷ്ണുവിന് പാൽപായസ നിവേദ്യം, നാഗർക്ക് ആയില്യം അർച്ചന എന്നിവ ദോഷങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കും. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ ഭാഗ്യവും ഐശ്വര്യവും വരും. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഈശ്വരാനുഗ്രഹവും ഭാഗ്യ ഐശ്വര്യങ്ങളും അനുഭവമാകുന്നു. 7-ലെ ശനിയും 8-ലെ സർപ്പനും 12-ലെ ഗുരുവും സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുത്തുമെങ്കിലും ഈ ആഴ്ച അവസാനിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഭൂമിയോ ഗൃഹമോ വാങ്ങാൻ ആർക്കെങ്കിലും കടം കൊടുക്കരുത്. ഇതുവഴി ബാധ്യതകൾ വന്നു ചേരും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ അനുഭവപ്പെടുന്നൊരു കാലം തന്നെയാണ്. ഈ മാസം അവസാനത്തോടുകൂടി അപ്രതീക്ഷിതമായ അനുകൂല നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ചിലർക്ക് കുടുംബക്ഷേത്ര നിർമ്മാണത്തിനും പ്രതിഷ്ഠയും മറ്റും നടത്തുന്നതിനും കഴിയും. വയസ്സായവർക്ക് വളരെ കാലമായി നിലനിന്നിരുന്ന അസുഖങ്ങൾക്ക് ചെറിയ ശമനം ഉണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റം എന്നിവ കിട്ടാൻ സാധ്യതകൾ കൂടി വരികയാണ്. ബുദ്ധി, ശക്തി, ഭക്തി എന്നിവ കാലഘട്ടത്തിൽ വേണ്ടുവോളം ഉണ്ടായിരിക്കും. ആചാര്യസ്ഥാനം വഹിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. കണ്ണിനും കഴുത്തിനും ഉള്ള അസുഖങ്ങൾക്ക് ചികിത്സ തേടേണ്ടതായിട്ട് വരും. പൊതുവെ
ചിങ്ങക്കൂറുകാർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവർ ഈ സമയത്ത് ആരോഗ്യസ്ഥിതി കൂടിയൊന്ന് ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര നടത്തുക, സർപ്പപ്രീതി വരുത്താനും ഒന്ന് ശ്രദ്ധിക്കുക.